Hey you guys, it's welcome back to my YouTube channel. And അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഞാനൊരു ഇൻസ്റ്റാ അഡിക്റ്റീവ് ആണെന്ന് പറയാം. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ഫിൽറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് സ്റ്റോറീസ് പോകുമ്പോഴായാലും ലൈവ് സ്ട്രീം ചെയ്യുമ്പോഴായാലും ഞാൻ ഒരുപാട് ഫിൽറ്റേഴ്സ് ഓൾറെഡി യൂസ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ടോപ്പിക് എന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ഫിൽറ്റേഴ്സ് ഉണ്ട്. ദാറ്റ്സ് ആക്ച്വലി ഗ്രാഫിക്സ് ചെയ്തുണ്ടാക്കിയതാണ്. അപ്പോൾ ഞാനത് റിയൽ ലൈഫിലോട്ടേക്ക് മേക്കപ്പ് വെച്ച് റീക്രിയേറ്റ് ചെയ്യാം വിചാരിച്ചു. ഓക്കെ, അപ്പം റീക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേനും എനിക്ക് ഓൾറെഡി ഒരു 2-3 ഫിൽറ്റേഴ്സ് എപ്പോഴും ഫേവറേറ്റ് ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ ആ ഫിൽറ്റേഴ്സ് ഏതൊക്കെയാണ് നമുക്ക് ആദ്യം ചെക്ക് ചെയ്ത് നോക്കാം. കൂടാതെ ചെയ്യുന്ന ഓരോ ഫിൽറ്റേഴ്സിലും ഞാൻ ഇന്ന് ചെയ്യുന്ന ഒരുപാടെണ്ണം ഉണ്ട് ഞാൻ ഓൾറെഡി യൂസ് ചെയ്യണ. ലൈക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത ഏതൊക്കെയാ വെച്ചെങ്കിൽ നമ്മളുടെ മലയാളം മൂവി ഗെസ് ചെയ്യാനുള്ളത്, പിന്നെ കുറേ റാൻഡം ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അതൊന്നും നമുക്ക് ചെയ്യാനാവില്ല. ബട്ട് വി ക്യാൻ ക്രിയേറ്റ് സംതിങ് റിയലി ഗുഡ്. അത് ഏതൊക്കെ വെച്ചെങ്കിൽ മിലാൻ, ഫസ്റ്റ് ഞാൻ സെലക്ട് ചെയ്തിട്ടില്ല, മിലാൻ റെഡി ഡെവിൻ, ഐ തിങ്ക് അങ്ങനെയാണ് തന്നെ തോന്നുന്നു ഈ നെയിം. ഇവന്റെ ഒരു ഫിൽറ്റർ ആണ്. ഓക്കെ, ഇത് ആക്ച്വലി റിയലി ഗുഡ് ഫിൽറ്റർ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 3 ഓപ്ഷനിൽ കിട്ടും. ഓക്കെ, ഐ തിങ്ക് ദിസ് ഇസ് റിയലി ഗുഡ്. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് സെൽഫീസ് എടുക്കാം കേട്ടോ ഇതിന് വേണ്ടിയിട്ടുള്ള. അടുത്തത് വന്നിട്ട് നമ്മുടെ ആരാച്ചാണെങ്കിൽ ജർണ ഭഗ്വാനി, അങ്ങനെ തന്നെയെന്ന് തോന്നുന്ന കുട്ടിയുടെ പേര്. അപ്പോൾ കുട്ടിയല്ല, ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ്. അപ്പോൾ അവളുടെ ഒരു ലുക്കും കൂടെ ഉണ്ട് കേട്ടോ. അത് വന്നിട്ട് ക്ലൗഡ്സ് ആണ്. ബട്ട് ദിസ് ഇസ് ടു ഹെവി. ഞാൻ ഇത്രയും മേക്കപ്പ് ചെയ്യൂല, ബട്ട് എന്നാലും നമ്മൾ ശ്രമിക്കണം. ഇതിനകത്ത് ഫുൾ കുട്ടിയുടെ മയമാണ്. നമ്മളിത് തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ക്ലൗഡ്സ് മാറി മാറി വരും കേട്ടോ. ആൻഡ് സോ ഐ തിങ്ക് ഐ വാണ്ട് ക്രിയേറ്റ് ദിസ്. ഇത് കുറച്ചും കൂടെ വൃത്തിയിലും കുറച്ച് എൻ്റേതായിട്ടുള്ള മോഡുലേഷൻ ചെയ്തിട്ടും എങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട 2 ഫിൽറ്റേഴ്സും ഏതൊക്കെയാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഫിൽറ്റേഴ്സ് ഉണ്ട് കേട്ടോ. ആക്ച്വലി അതിനകത്ത് ഞാൻ 2 മാത്രം റീക്രിയേറ്റ് ചെയ്തുള്ളൂ. വി ഹാവ് സം ടൈം ലിമിറ്റ് ആൻഡ് കാണുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ. അതുകൊണ്ട് സോ ഹിയർ വി ഗോ ടു ദ വീഡിയോ. അപ്പം ഇതാണ് കേട്ടോ ഫിൽറ്റർ. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഇവിടെ ഒരു സ്കൾട്ടൺ, ഒരു ലീഫ്, ഒരു റോസും വേണം. പിന്നെ അത് ഇവിടെ ഒരു വിങ് വേണം. ആൻഡ് ഓൾസോ ഇതിനകത്ത് ലെൻസ് ഓൾറെഡി എഡിറ്റിനകത്ത് ഈ ഫിൽറ്ററിനകത്ത് ഓൾറെഡി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ആവശ്യമില്ല. ബട്ട് ഇച്ചിരി നല്ല ബ്ലഷ് ആവശ്യമുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ബ്ലഷ് കോണ്ടോർ ഉണ്ട്. ബട്ട് ഐ തിങ്ക് ഞാൻ കോണ്ടോർ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ ഇനി നമുക്കൊരു കോണ്ടോറിന്റെ ആവശ്യം ഇല്ല എന്നാണ് എൻ്റെ ഇത്. അപ്പൊ നമുക്കിനി ബ്ലഷ് ഇട്ട് തുടങ്ങാം. ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ബ്ലഷ് ഇവിടെ നോസിലുണ്ട്, ഇവിടെ ചീക്ക് ബോണുണ്ട്. ചീക്ക് ബോൺ തുടങ്ങിയാലോ. അപ്പൊ ഞാൻ ബ്ലഷ് ഇട്ടു. എന്നിട്ട് അത് അത്രയും കളർ വരാത്തത് കാരണം ഞാൻ കുറച്ച് റെഡ് ഐഷാഡോ കൂടെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പം നമുക്ക് നല്ലൊരു എഫക്റ്റ് കിട്ടും. അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ ആകെ അലങ്കോലായിരിക്കും. ഓക്കെ, മിലാൻ ഇവിടെയൊക്കെ ഞാൻ ഇടുന്നത് ഓൾറെഡി കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെയൊക്കെയാണ് അവൻ്റെ ബ്ലഷിൻ്റെ ഒരു പ്രത്യേകത. സെയിം അവൻ ചെയ്യുന്ന ആക്ച്വലി അവൻ്റെ വീഡിയോ റെഫറൻസ് എന്നല്ല, കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അവൻ എത്ര ക്രിയേറ്റീവ് ആണെന്നും എത്രത്തോളം നന്നായിട്ട് ചെയ്യുന്നുണ്ടെന്നും. ആൻഡ് നമ്മൾ ചെയ്യണത് എന്താ, അവൻ ചെയ്യണത് എന്താന്നൊക്കെ നമുക്ക് അപ്പം മനസ്സിലാവും. ആൻഡ് മേക്കപ്പ് എന്ന് പറയുന്നത് നമുക്ക് കാണണമെങ്കിൽ നമ്മൾ ആദ്യം ജെയിംസ് ചാൾസിൻ്റെത് കാണണം, പാട്രിക് സ്റ്റാറിൻ്റെത് കാണണം. എന്നിട്ട് മാത്രമേ നമ്മൾ മലയാളം ബ്യൂട്ടി വ്ളോഗേഴ്സിനെ ചെക്ക് ചെയ്യാനേ പാടുള്ളൂ എന്നുള്ളത് ഒരു സത്യാവസ്ഥയാണ്. ആൻഡ് ഇത് ശരിക്കും പറഞ്ഞാൽ ബ്ലഷ് എന്ന് വെച്ചാൽ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴും ഒന്ന് കുറഞ്ഞു കൊണ്ട് ഓക്സിഡൈസ് ചെയ്തല്ല, കുറച്ചൊന്നും ഇങ്ങനെ ഡിം ആവാറുണ്ട്. അത് കാരണമാണ് ഞാൻ നല്ലോണം എടുത്തത്. നമുക്ക് ഇവിടെ കുറച്ച് അധികം ട്രാൻസ്ലൂസൻ്റ് ആണ്. അപ്പോൾ ഇതിട്ട് നമുക്കൊന്ന് ലൈറ്റ് ചെയ്ത് കൊടുക്കാം, ലൈക്ക് ലൂസ് പൗഡർ. അങ്ങനെയാണ് ഇപ്പോൾ കോമൺലി എല്ലാവരും പറയുന്നത്. ആക്ച്വലി ജസ്റ്റ് ട്രാൻസ്ലൂസൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും ആയത് തന്നെ നമ്മൾ 50% വർക്ക് കംപ്ലീറ്റ് ആയി എന്ന് വേണം പറയാൻ. ഇനി നമുക്കുള്ളത്, നമുക്ക് ആദ്യം ഇത് തുടങ്ങണം. ഐ തിങ്ക് ഇതാണ് കുറച്ചും കൂടെ ഡീറ്റെയിൽസ് ചെയ്യാനുള്ളത് വിങ്സിൻ്റെ ഭാഗത്ത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു വൈറ്റ് പെയിന്റ് എടുത്തിട്ട്, ഫേസ് പെയിന്റോ അല്ലെങ്കിൽ സ്കിൻ അലർജി വരാത്ത ഏതെങ്കിലും അത്
ആർട്ടിസ്റ്റ് യൂസ് ചെയ്യുന്നത് കുഴപ്പമില്ല. അത് വെച്ചിട്ട് നമുക്ക് വിങ്സ് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച്, ആക്ച്വലി മിലാൻ ഹാവ് എ റിയലി ആർച്ച്ഡ് ഐബ്രോസ്. എനിക്ക് അത്രയും ആർച്ച്ഡ് ഐബ്രോസ് അല്ല, ബട്ട് വി ഷുഡ് ട്രൈ അവർ മാക്സിമം ടു ഗെറ്റ് അതിലോട്ട് എത്തിക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം വിങ്സിൻ്റെ ഒരു കുഞ്ഞു പോർഷൻ വരച്ചെടുക്കുക. ഓക്കെ, ഇങ്ങനെ വന്നിട്ട് റെഫറൻസ് എപ്പോഴും മിസ്സായി പോകില്ല. ഇതിനകത്ത് ഒരുപാട് നമ്മുടെ വിങ്സിൻ്റെ ഇതുണ്ട് കേട്ടോ, ലൈക്ക് ഫെതേഴ്സ്. ഒക്കെ അത്രയും ഫെതേഴ്സിൻ്റെ ആവശ്യമില്ല. ആൻഡ് അത്രയും എൻ്റെ ലിറ്റിലോട്ട് കൊടുക്കാൻ എനിക്ക് സ്പേസ് ഇല്ല എന്നുള്ളതും സത്യമായത് കാരണം ഞാൻ അത്രയും ഇതിനകത്തുള്ള അത്രയും ഒരു വലിയൊരു ലൈക്ക് ലുക്ക് ക്രിയേറ്റ് അത്രയും നമ്മൾ മാക്സിമം ഇൻസ്പയർഡ് ആണല്ലോ. റീക്രിയേറ്റിംഗ് എന്ന് പറഞ്ഞാലും ലൈക്ക് വി ആർ ഇൻസ്പയറിങ് സംതിങ് ഫ്രം ആരെയും ചെയ്തത് ഇൻസ്പയർഡ് ആകുമ്പോൾ കംപ്ലീറ്റ് അവരുടെ എഫേർട്ട് നമ്മളിലോട്ട് പോയാൽ വി ഹാഡ് ഹാവ് എനി കണ്ടന്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മാക്സിമം അവൻ ചെയ്തതിന് ഈക്വൽ ആക്കാൻ നോക്കാം, ബട്ട് കംപ്ലീറ്റ് കോപ്പി ചെയ്യരുത് എന്നാണ് എൻ്റെ പോളിസി. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. ഓക്കെ, നമ്മളുടെ ഏകദേശം ഈ ഒരു സൈഡ് ഫുള്ളും കംപ്ലീറ്റ് ആയി. ഇനി ഇത് ഞാൻ ഇവിടെ റിപ്പീറ്റ് ചെയ്യും. അത് ഞാൻ ഓഫ് ക്യാമറ പോവാം, അല്ലെങ്കിൽ ഇത് കുറച്ച് ടൈം എടുക്കും കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിന് കുറച്ച് ഇവിടെ കുറച്ച് സ്കൾട്ടൺ ആൻഡ് കുറച്ച് ലീവ്സ് ആ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ബ്ലാക്ക് ഐ ഷാഡോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് ആദ്യം ഒരു ഔട്ട്ലൈൻ ഇട്ടിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. അപ്പോൾ വരച്ചെടുക്കണം. ഇവിടെ ഒരു ലീഫ്. ഓക്കെ, ആക്ച്വലി ഇങ്ങനെ ഏതാണ്ട് ഈ ഒരു ഷേപ്പിലാണ്. നമുക്ക് ഇതിനെ ഫുള്ള് കൺസീലർ വെച്ച് ഫില്ല് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പം ഞാനൊരു ലൈറ്റ് കൺസീലർ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ആദ്യം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഫുള്ളും പാക്കിംഗ് ബ്രഷ്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മേലെ ഫസ്റ്റ് ഒരു ബ്ലാക്ക്, ആക്ച്വലി ഇതൊരു ഗ്രേ ടോണാണ്. ഈ ഐഷാഡ് ഈ നമ്മുടെ ഒരു ഗ്രേ സ്കൾട്ടനാണ്, ശരിക്കും നമ്മുടെ ആക്ച്വലി ഉള്ളതല്ല. നമ്മൾ ആദ്യം ഇതിന് മേലെ ഒരു ഇത് വെച്ച് പാക്ക് ചെയ്ത് കൊടുക്കുക. സ്കൾട്ടണ് ക്ലീൻ എടുത്തിട്ട് അത് ലീഫിന്റെ പോർഷനിലേക്ക് ഒന്ന് പാക്ക് ചെയ്ത് കൊടുക്കുക. റെഡും കൂടെ ഒന്ന് ഇതിന്റെ മേലെ പാക്ക് ചെയ്ത് കൊടുക്കണം. അപ്പം റെഡും കൂടെ ഒന്ന് നന്നായിട്ട് ഫുൾ സാച്ചുറേറ്റ് ചെയ്ത് ഇങ്ങനെ കളയണ്ട. അപ്പം നമുക്ക് പാക്ക് ചെയ്ത് പറ്റും കളർ കിട്ടൂല. അപ്പം നമ്മൾ അതും കൂടെ ഒന്ന് പാക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇനി ഒരു ലൈറ്റ് കളർ എടുത്തിട്ട് ഈ ലീഫ് ഒന്ന് നന്നായിട്ടൊന്ന് എന്താ ഡിഫൈൻ ചെയ്തെടുക്കാം. ലൈക്ക് ആ സെൻറ്ററിലൊക്കെ ഉള്ള ഇതുണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഇങ്ങനെ ലൈറ്റ് ആക്കാം. കുറച്ച് യെല്ലോ മിക്സ് ചെയ്തിട്ട് ചെയ്യാം. അതേപോലെ ഇച്ചിരി ലൈറ്റ് ഗ്രീൻ എടുത്തിട്ട് ചെയ്തിട്ട് കുറച്ച് യെല്ലോ സെൻറ്ററിൽ ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, ഇത്രയായ നമ്മളുടെ ഏകദേശം ലുക്ക് എല്ലാം കംപ്ലീറ്റ്. ഇനി ഇതേ സാധനം ഞാൻ റിപ്പീറ്റ് ചെയ്യാം, അത് ഓഫ് ക്യാമറ പോയിട്ട്. ഓക്കെ, അപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം ഞാൻ എൻ്റെ മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് ദിസ് ഈസ് ദ ഫിനിഷ്ഡ് ലുക്ക്. അപ്പോൾ ഞാൻ കുറച്ച് പോസസ് കൂടി ഇട്ടിട്ട് ടേക്ക് സം ഗുഡ് സെൽഫീസ് ആൻഡ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ്. ഓക്കെ, നമുക്ക് നമ്മൾ നെക്സ്റ്റ് ലുക്കിലോട്ട് പോകാം. നെക്സ്റ്റ് ലുക്ക് പറഞ്ഞിട്ടുള്ളത് ജർന ഭഗ്വാനിയുടെ ഒരു ഫിൽറ്റർ ആണ്. ആൻഡ് ഇതൊരു ലൈക്ക് ഒരു സ്കൈ
ഇങ്ങനെ 2 സ്കൈ പിന്നെ കുറെ ഫേക്ക് ഫ്രക്കിൾസ് ഉള്ള ഒരു സംഭവം. നമ്മളൊരു വൈറ്റ് ലിപ്സ്റ്റിക് എടുത്തിട്ട് ഞാൻ കുറച്ച് ഇതിനകത്തുള്ള പോലെ കുറച്ച് ക്ലൗഡ്സ് വരക്കാൻ പോവാം കേട്ടോ. ഇവിടെയും ബ്രഷ് എടുത്തിട്ട് ഇതിന്റെ മേലെ കൂടെ വൈറ്റ് കളർ പാക്ക് ചെയ്ത് കൊടുക്കുക. I missed to do the blush. We have blush on the team. Same top lip and somewhere on this cheek. Okay, ഇനി ഇതേ 2 ക്ലൗഡ് ഞാൻ ഇവിടെയും കൂടെ റിപ്പീറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഫിനിഷ് ദ ലുക്ക്. അപ്പോൾ ഇത് ലുക്ക് പെട്ടെന്ന് തീർന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്തെന്ന് വെച്ചാൽ ലിപ്പ് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് നമ്മുടെ വൈപ്പ് വെച്ച് തുടച്ചിട്ടുണ്ട്. പിന്നെ ക്യൂപിഡ് ഹൈലൈറ്റ് ചെയ്തത്, നോസ് ബ്രിഡ്ജ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, ഇന്നർ കോർണർ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, ബ്രോ ബോൺസ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, കുറച്ച് ലാഷസും വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്ന സമയം. സോ ദിസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് 2 ലുക്കിൽ ലുക്ക് ഇഷ്ടപ്പെട്ടു ആൻഡ് ഏതാണ് നിങ്ങളുടെ ഫീഡ്ബാക്സ് എന്തൊക്കെയാണെന്നുള്ളത് താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാണുന്നവരാണെങ്കിൽ പ്ലീസ് ക്ലിക്ക് ദ സബ്സ്ക്രൈബ് ബട്ടൺ ആൻഡ് അപ്പുറത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഞാൻ ഇതുപോലത്തെ വീഡിയോസ് ആൻഡ് പുതുവരെ ടിപ്സ് ഹെയർ കെയറും സ്കിൻ കെയർസും ലിപ് മേക്കപ്പ് എല്ലാ വീഡിയോസ് ഇടുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫൈ ചെയ്ത് കിട്ടും. സോ ഡോണ്ട് ഫർഗെറ്റ് ടു ഡു ദാറ്റ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. സോ ഇറ്റ്സ് ബൈ ഫ്രം